പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഉമേഷ് ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ്. നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പലർക്കും ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുമ്പോൾ ഐസിയുടെ ഡേറ്റകൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി വരാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ സെർച്ച് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതെല്ലാവർക്കും അറിയാൻ കഴിയുമായിരിക്കും. ഈ ഗൂഗിളിൻ്റെ ടാബ് ഞാൻ ഓപ്പൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിളിന് TDA മേളിൽ കാണാൻ പറ്റും. TDA എന്ന് അടിച്ചപ്പോൾ തന്നെ ഒരു ഐസിയുടെ നമ്പർ വരുന്നുണ്ട്. നമ്മുടെ ആംപ്ലിഫയർ IC ആയ 2030. അപ്പം ഇത് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അടിച്ചപ്പം തന്നെ അതിൻ്റെ ഇത് വന്നു കഴിഞ്ഞു. ഇത് കോമൺ IC ആയതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രവും കാര്യങ്ങളെല്ലാം വന്നു. ഇനി ഇതല്ലാതെ കൂടുതൽ ഇതിനെ എങ്ങനെ സെർച്ച് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാ ഇവിടെ കാണാൻ കഴിയും സെറ്റിങ്സ്. അതിനകത്ത് അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് അടിക്കുമ്പോഴേക്ക് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അഡ്വാൻസ്ഡ് സെർച്ച് എടുത്തതിന് ശേഷം നമ്മുടെ താഴെയുള്ള ഇവിടെ കാണാൻ കഴിയും ലാംഗ്വേജ്, റീജിയൻ, അങ്ങനെ തുടങ്ങിയുള്ള ഭാഗങ്ങളെല്ലാം കാണാൻ കഴിയും. എന്നിട്ട് ഏറ്റവും താഴെ ഇതിൻ്റെ ഫോർമാറ്റ് ഏത് ടൈപ്പ് വേണം എന്ന് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ PDF മാത്രം സെലക്ട് ചെയ്യുക. PDF സെലക്ട് ചെയ്തിട്ട് വേറെ ഒരുപാട് ഓപ്ഷനുണ്ട്. പല രീതിയിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ PDF ഫയൽ മാത്രമേ അപ്പം വരത്തുള്ളൂ. എന്നിട്ട് അഡ്വാൻസ്ഡ് സെർച്ച് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ സെർച്ച് ചെയ്യുന്ന അതിൻ്റെ PDF ഫയലുകൾ മാത്രം ഓപ്പണായി വന്നിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടാതെ ഇരിക്കുന്ന ഡാറ്റ ഷീറ്റുകളെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം.